എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ വീണ്ടും മഴയൊക്കെ തുടങ്ങിയെന്ന് തോന്നണം. മഴ തുടങ്ങുമെന്നൊക്കെ ന്യൂസൊക്കെ വന്നായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഒരാഴ്ച ആ വലിയ കാറ്റും മഴയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരാഴ്ച ഒരു നല്ല വെയിലൊക്കെ തെളിഞ്ഞു അല്ലേ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ മഴയൊക്കെ തുടങ്ങിയിട്ടോ. ഇന്ന് മഴ ചാറി തുടങ്ങി, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ എൻ്റെ പരിപാടി വേറെ ഒന്നുമല്ല, കൊക്കോ പൊട്ടിക്കുകയാണ്. കുറച്ച് കൊക്കൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി. ഈ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് കൊക്കോയുടെ വില അങ്ങ് പെട്ടെന്ന് കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കൊക്കോ പൊട്ടിക്കുന്ന ഏതോ ഒരു വീഡിയോയിൽ ചോദിച്ചായിരുന്നു ഇതിൻ്റെ ഈ തൊണ്ട് എന്താ ചെയ്യണത്. ഇതിൻ്റെ നല്ല തൊണ്ടൊക്കെ ഉള്ളതുണ്ടല്ലോ, നമ്മുടെ കന്നുകാലിയും ആടൊക്കെ തിന്നണേ കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്തു വയ്ക്കും, ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോകാമല്ലോ, അതിന് വേണ്ടി. പലർക്കും ഇതെന്താ സാധനം എന്ന് അറിയത്തില്ലാത്തവരുണ്ട്, പലരും ചോദിക്കാറുണ്ട് ഇതെന്താണ്. ഇത് കൊക്കോക്ക മെയിനായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ടോ യൂസ് ചെയ്യണത്. പിന്നെ മിഠായികൾ അങ്ങനെയൊക്കെ ഉണ്ട്, മെയിനായിട്ട് യൂസ് ചെയ്യണ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്. പലരും ഞാൻ കൊക്കോ പൊട്ടിക്കണ കാണുമ്പോൾ ഇതെന്താ സാധനം, എന്തോ പല പേരൊക്കെ പറയണ കേൾക്കാം. അപ്പോൾ അവരുടെ നാട്ടിൽ അങ്ങനെയാണോ പറയണതെന്ന് എനിക്കറിയാം കേട്ടോ. ഇവിടെ പറയണ കൊക്കോക്ക എന്ന്. ഇത് നമ്മൾ സാധാരണ ഉണങ്ങി കൊടുക്കാറായിരുന്നു പതിവ്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഉണക്ക് നടക്കില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പച്ചയ്ക്ക് കൊടുക്കും. ഇവിടെ നമുക്കിത് കണ്ട് മടുത്ത് കിടക്കണോണ്ട് ഞാനങ്ങനെ ഒത്തിരി ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷേ ഇത് കണ്ടിട്ടില്ലാത്തവർ ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ നല്ലതൊക്കെ ആണെങ്കിൽ നമ്മളിത് പഴം ജസ്റ്റ് വായിലിട്ടെന്ന് നല്ല മധുരം കേട്ടോ, തിന്നാനൊക്കെ ഉപയോഗിക്കുന്ന. പിള്ളേർക്കൊന്നും കൊടുക്കരുത്. പിള്ളേരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു വഴുവഴുപ്പുണ്ടല്ലോ, ഇതുകൊണ്ടേന്ന് വേഗം ഇറങ്ങിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ കാര്യം എന്ന് വെച്ചാൽ പലരും ഇതെന്താ, ഇതിൻ്റെ പേരെന്നാന്നൊക്കെ ചോദിക്കണോണ്ടാണ്. ഞാനിത് നമ്മുടെ ഡെയിലി അല്ല, നമ്മളിത് സ്ഥിരം കണ്ടു കിടക്കണോണ്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയത്തില്ല. പക്ഷേ ഇത് മറ്റുള്ളവർ കാണുമ്പോൾ ഇതെന്താ സാധനം എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഇത് പറയാൻ തന്നെ കാരണം. ഇപ്പം ഈ നല്ല മഴയായതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് പഴുത്തുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കൊക്കോയൊക്കെ കാലിയാവണതാണ് ഈ കാണുന്നത്. പെട്ടെന്ന് പഴുക്കൂട്ടം മഴയൊക്കെ ആയതുകൊണ്ട്. ഞാനിങ്ങനെയൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ തകുന്ന കാരണം കുറേ പേർക്ക് ഇതെന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കണ്ടോ, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. കണ്ടോ, നമ്മളിതിൽ നിന്ന് എടുത്ത് തിന്നും. നല്ലതൊക്കെ ആകുമ്പോൾ നമ്മളെടുത്ത് തിന്നുമൊക്കെ ചെയ്യും കേട്ടോ. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവരുടെ തൊണ്ടയിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഒരു വഴുപ്പുള്ളതുകൊണ്ടേ അങ്ങ് ഇറങ്ങിപ്പോവേ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ തൊണ്ട്, ഈ കൊക്കോ തൊണ്ട് ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ തൊണ്ട് എന്താ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഈ കന്നുകാലി ആടും ഒക്കെ തിന്നണ ഇതാട്ടോ. അപ്പം ഞാനിത് ഇവിടെ കന്നുകാലിയൊന്നും ഇല്ല. അപ്പം ഞാൻ ഇതെടുത്ത് വയ്ക്കും, ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊണ്ടുപോകാമല്ലോ, അതിനു വേണ്ടി. മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ വിലയൊക്കെ പാടെ കുറയും. ഇപ്പോൾ ഓൾറെഡി കുറഞ്ഞു. പച്ചയ്ക്ക് എങ്ങാണ്ട് 90 അങ്ങനെ ആ റേഞ്ചെങ്ങാണ്ട് ഉള്ളൂ. കഴിഞ്ഞ വർഷം ഈ മഴയ്ക്ക് തൊട്ട് മുമ്പ് 1000-ന് മേളിൽ കയറിയ സംഗതിയാണ്. അങ്ങനെയൊക്കെ ഓരോ കാലം. പക്ഷെ അന്ന് നല്ല വിലയുണ്ടായിരുന്നപ്പോൾ നമുക്ക് കൊക്കോക്ക ഇല്ലായിരുന്നു ഒത്തിരി. ഇപ്പോൾ കൊക്കോക്കായ ഉള്ളപ്പോൾ വിലയില്ല. അങ്ങനെയാണ് ഓരോ സാധനങ്ങളുടെ കാര്യങ്ങൾ കേട്ടോ. ഇപ്പം ഏലക്കായ ഉള്ളപ്പോൾ ആണെങ്കിൽ ഏലക്കായ്ക്ക് വിലയില്ല. അപ്പോൾ ആ വില കൂടണേ അതുകൊണ്ടാണ്. ഓരോ സാധനങ്ങളും പൊതുവെ വില കൂടണേ അതുകൊണ്ടാണ്. ആ ഐറ്റം ഇല്ലാണ്ട് ഷോർട്ടേജ് വരുമ്പോഴാണ് വില കൂടുന്നത് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ഇഷ്ടപ്പെടുമോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ എന്തെങ്കിലും വീഡിയോസൊക്കെ ആണെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. നാളെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.